പരിമിതികളും പരാധീനതകളും പാടെ പരിഹരിച്ച് ഒരു പുതിയ വികസനമുഖം അനാവരണം ചെയ്തുകൊണ്ട് യൂണിയൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള വല്ലാർപാടം സെന്റ് ആന്റണീസ് യൂറോപ്യൻ പ്രൈമറി സ്കൂളിൽ വിവിധ പദ്ധതികളുടെയും പുനർനിർമ്മിച്ച ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം സെൻട്രൽ ബോർഡ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ചെയർമാൻ ബെനഡിക്ട് സിമേത്തി നിർവഹിച്ചു. പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഒരു പറ്റം ടീച്ചേഴ്സുള്ള ഈ വല്ലാർപാടം സ്കൂളിൽ കുട്ടികളെ അയച്ചു പഠിപ്പിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ മക്കൾ ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നില്ലെന്നും അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും അവരുടെ സന്തോഷങ്ങളിലും ഇവിടുത്തെ അധ്യാപകർ ഇൻവോൾവാണ്, അവരുടെ എല്ലാ കാര്യങ്ങളിലും കടന്നു ചെല്ലുന്നുണ്ടെന്നും ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇവിടുത്തെ 4ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞാലും 5ലേക്ക് ഇതിനോടും പോലും നമ്മുടെ തറവാടമുറ്റമായ CCPLM-ലേക്ക് നിങ്ങളുടെ മക്കളെ 5ാം ക്ലാസ്സിലേക്ക് ചേർക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ടീച്ചർ എന്തൊരു കാര്യം റൂമോ എന്താണ് ഒരു സ്മാർട്ട് ക്ലാസ് റൂം അന്ന് അവിടെ CCPLM-ന്റെ സ്റ്റേജ് ഉദ്ഘാടനത്തിന് ടീച്ചറും ചോദിച്ചിരുന്നു. അതിന് 1 ലക്ഷം രൂപ ഈ ബോർഡ് പാസ്സാക്കിയിട്ടുണ്ട്. സ്മാർട്ട് റൂം നിങ്ങളുടെ എല്ലാം ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സ്കൂൾ കടക്കുക. മുളവുകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആക്വിലിൻ ലോപ്പസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇൻ ചീഫ് മാർഷൽ ഡി കുഞ്ഞ, സെൻട്രൽ ബോർഡ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആൻഡ്രൂ കൊറയ, സെന്റ് ആന്റണീസ് യൂറോപ്യൻ പ്രൈമറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലക്സി സിമേന്തി, PTA പ്രസിഡന്റ് ശ്രുതിരാഗ് സത്യൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപിക, സ്കൂൾ മാനേജർ പീറ്റർ കൊറയ, PTA വൈസ് പ്രസിഡന്റ് സുനിൽ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാലയത്തിലേക്കുള്ള വാഹന സഞ്ചാരയോഗ്യമായ ഒരു റോഡിന്റെ കുറവ് വർഷങ്ങളോളം വിദ്യാലയത്തിന്റെ പരിമിതികളിൽ പ്രധാനമായിരുന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെയും വല്ലാർപാടം ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷന്റെയും ഭാരവാഹികൾ, അധ്യാപക രക്ഷാകർതൃ സമിതി, പരിസരവാസികൾ എന്നിവരുടെ നിരന്തരവും ശ്രമകരവുമായ ഇടപെടലുകളെ തുടർന്ന് ഈ വർഷമാണ് വിദ്യാലയത്തിലേക്കുള്ള വാഹന സഞ്ചാരയോഗ്യമായ റോഡ് തുറക്കുവാൻ സാധിച്ചത്.